ആത്മാവ് ഇതിനകത്ത് ഹരട് വരുന്ന മുന്നും പിന്നും ആമേൻ പിശാച് തടസ്സങ്ങളെ കൊണ്ടുവച്ച പ്രശ്നങ്ങളെ കൊണ്ടുവച്ച നിന്റെ വഴിയാത്രകളെ തടയുമ്പോൾ എൻ്റെ സ്വർഗത്തിലെ തമ്പുരാൻ പറയുക, ഭയം വേണ്ട, വിളിച്ചവൻ നിന്റെ കൂടുണ്ടടാ, വിളിച്ചവൻ നിന്റെ കൂടുണ്ട്. ഏത് വൈശാചികൻ നിന്നെ വെല്ലുവിളിക്കട്ടെ, ഏത് വൈശാചിക ശക്തി നിനക്ക് വിരോധമായി നിൽക്കട്ടെ, പക്ഷെ സ്വർഗം നിനക്ക് അനുകൂലമെങ്കിൽ, സ്വർഗം നിനക്ക് അനുകൂലമെങ്കിൽ നീ എന്തിന് ടെൻഷൻ അടിക്കുന്നു? സ്വർഗം നിനക്ക് അനുകൂലമെങ്കിൽ നീ എന്തിന് ഭാരപ്പെടുന്നു? ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ ഉടകബല ശന്തന റീവൽ പ്രൗഢി വിരികടക അക്ഷസ് കമനകടകസേ യാസ് മറ്റൊരു ശക്തിയും നിന്നെ താഴ്ത്തുകയില്ല. രാം ഷാധേനി റഗൽ ഖമനഗഡഗ റീമാന ശന്തൽ ഖമനഗഡഗ ഷൈഡ പ്രൗഢി വിരികടകസേ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. വാസ്തവമായിട്ട് ഞാൻ പറയാം, മുൻഭാഗം ഉറപ്പിച്ച് നിർത്തി പിശാച് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വിടുന്നില്ല. ചിലരുടെയൊക്കെ ജീവിതങ്ങളിൽ പിശാച് ഇങ്ങനെ ചെയ്യുന്നത്, മുൻഭാഗം ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇനി മുന്നോട്ട് പോക്ക് നടക്കുന്നില്ല. ഈ പിറകു ഭാഗം അമരം, ആമേൻ, ഈ അമരം കൊണ്ടാണല്ലോ ഇത് ഇതുവരെ സഞ്ചരിച്ച്. അടുത്ത പിശാച് പണിയിട്ടത് അമരത്ത തിര കൊണ്ട് അമരത്തെ ഉടച്ചു എന്ന് പറഞ്ഞ് കപ്പിത്താനും ഇരിക്കാൻ സ്ഥലമില്ല, നിയന്ത്രിക്കുന്ന സ്റ്റിയറിംഗ് എല്ലാം പൊളിഞ്ഞു. അപ്പം ഒന്ന് ചിന്തിച്ചു നോക്കാം, ഇനി അമരമില്ലാതെ ഈ സംഗതി മുന്നോട്ട് പോകത്തുമില്ല. ഒരു വാഹനം ഓടണമെങ്കിൽ ഡ്രൈവർ സീറ്റ്, സ്റ്റിയറിങ്, ബ്രേക്ക്, ക്ലച്ച്, സാധനം അത്രയും വേണം. ഇപ്പോഴത്തെ ഡോർ ഇളവി പോയാലും വാഹനം ഓടിക്കാം നമുക്ക്. പക്ഷേ അമരമില്ലെങ്കിൽ പോവോ? അതിൻ്റെ സ്റ്റിയറിംഗ് ഇല്ലാതെ വണ്ടി എങ്ങനെ പോവും? ഒരു ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ നിങ്ങൾ. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആമേൻ. സ്റ്റിയറിംഗ് പോയാൽ പിന്നെ വണ്ടി പോകത്തില്ല. അതെങ്ങനെ തിരിക്കാനും വളയ്ക്കാനും പറ്റും? അതിനുള്ള സാധനമല്ലയോ ഇത്? ആമേൻ. ഞാൻ നിങ്ങളോട് പറയാം, അങ്ങനാണെങ്കിൽ പൗലോസ് സഞ്ചരിക്കുന്ന കപ്പലിൻ്റെ അമരവും അണിയവും ആമേൻ വഴി വെച്ച് പിശാച് തകർക്കുക. ഇന്ന് പകൽക്കാലം ചിലത് തകർത്തിട്ട് പിശാചിൻ്റെ പദ്ധതി എന്താണെന്നറിയാമോ? ഇതിനകത്ത് കിടക്കുന്നതിനെ ഒന്നുപോലും രക്ഷപ്പെടുത്തരുത്, എല്ലാത്തിനെയും തകർക്കണം. അങ്ങനെ പിശാച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന മറ്റൊരാശയമുണ്ട്, അതിനകത്തൊരു അഭിഷിക്തനുണ്ട്, അവൻ പുറത്തു വരരുത്. ഇന്ന് പകൽ അണിയവും അമരവും ഒരുമിച്ച് തകർത്ത നിന്നെ പുറത്തു വരത്തില്ലെന്ന് പിശാച് നിനക്കെതിരെ ഗൂഢാലോചനകൾ ചെയ്യുമ്പോൾ ഇന്ന് പകൽ സ്വർഗം പറയുന്നു, അഭിഷേകമുള്ള ചിലത് യെസ് ഇന്ന് പകൽ ചില പട്ടണം, ചില പലകകളിൽ പിടിച്ച ചിലത് പുറത്തു വരുന്ന സീസണ, ചിലത് പുറത്തു വരുന്ന സീസണ. റീമാന ഷെഖേനി റീബൽ പ്രൗഢി വിരികടകസേ ആത്മാവാരുടെക്ക് പറയുന്നു, ചിലത് പുറത്തു വരേണ്ട സീസണ, ചിലത് പുറത്തു വരേണ്ട സീസണ, ചിലത് പുറത്തു വരേണ്ട സീസണ. റീബാല ഷെഖേനിയ അമരമല്ല നിന്നെ കൊണ്ടുപോകുന്നത്, അണിയമല്ല നിന്നെ കൊണ്ടുപോകുന്നത്, നിന്നെ കൊണ്ടുപോകുന്ന ഒരു യേശുവുണ്ട്. നിന്നെ കൊണ്ടുപോകുന്ന ഒരു കർത്താവുണ്ട്. പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത് അമരത്തിലും അണിയത്തിലും ഒക്കെയാ. നമ്മൾ ആശ്രയിക്കുന്നത് കപ്പലിലാ. കപ്പലിലൊന്നും തൊടണ്ട, കപ്പലിലൊന്നും ആശ്രയിക്കരുത്. ലോകക്കാരിൽ ആശ്രയിക്കുന്നത് ദർശനം തന്നൊരു ദൈവം നിനക്ക് വേണ്ടി ഉണ്ട്. വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാ, ആമേൻ. കപ്പലും അമരവും അണിയവും ഒക്കെ പകുതി വഴിയിൽ ആമേൻ നിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് നിന്നില്ലെന്ന് വന്നേക്കാം. പക്ഷേ നീ കാണാത്ത ചില ദൈവപ്രവർത്തികൾ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ ഇന്ന് പകലിൽ എൻ്റെ ദൈവം വിശ്വസ്തൻ, വിശ്വസ്തൻ, വിശ്വസ്തൻ. റീമാന ഷെഖേനിയ റീബൽ പ്രൗഢി വിരികടക റഗൽ കമനകടകസേ യേശുവിൻ്റെ നാമത്താൽ ജയം. ഓ ഹല്ലേലൂയ. അമരവും അണിയവും ഉടച്ചിട്ട് പൗലോസിനെ പിശാച് ചിന്തിച്ചത് വെള്ളത്തിൽ മുക്കി അങ്ങ് ഇല്ലാണ്ടാക്കാം. ചിലതിനൊക്കെ അങ്ങനെ പിശാച് പലതും ആദ്യം മുന്നും പിന്നും ഒക്കെ തകർത്തിട്ട് അവൻ വല്ല ആത്മഹത്യ ചെയ്യിക്കാനൊക്കെ പിശാച് പരിശ്രമിക്കും. ഇന്ന് ഞാനത് പ്രസംഗിക്കുമ്പോൾ അങ്ങനെ ആരുടെങ്കിലും ഹൃദയത്തിനകത്ത് ചിന്തയുണ്ടെങ്കിൽ ഇന്ന് അവനെ പൊട്ടിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞ് മുന്നും പിന്നും അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ എന്നാ ചെയ്യും? വഴിയില്ലാഞ്ഞിട്ട് പുള്ളി അവൻ മരിച്ചാൽ മതി എന്ന് ചിന്തിക്കും. ഇതുപോലെ അമരവും ആമേൻ അതിൻ്റെ അണിയവും തകർത്തിട്ട പിശാച് എന്നാ ചെയ്തേ? പിശാച് പറഞ്ഞു, ഇവനെ മുക്കിക്കളയണം. ആരെ?
പൗലോസിനെ, ആമേൻ, പൗലോസിനെ തകർക്കണം. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളുടെ ഒരൊറ്റ ദൂത് പൗലോസിനെ ബലപ്പെടുത്തുക. പിശാചേ, നീ കടൽ കൊണ്ടുവന്ന് ഞങ്ങളെ മൂടാൻ ശ്രമിച്ചാൽ, കടലിനകത്ത് ഞങ്ങളെ ആമേൻ താക്കാൻ ശ്രമിച്ചാൽ, കപ്പല് നീ തകർത്ത് ഞങ്ങളെ മുക്കിക്കളയാൻ ശ്രമിച്ചാൽ, പൗലോസിന് അറിയാം ദൂതിന് വിലയുണ്ട്. കർത്താവ് എന്നോട് 23-ാം അധ്യായത്തിൽ പറഞ്ഞത് ഞാൻ റോമയിൽ നിൽക്കുമെന്നാണെങ്കിൽ, ഇതുവരെ റോമയിൽ എത്തിയില്ലെങ്കിൽ റോമയിൽ നിൽക്കുന്നത് വരെ, കപ്പൽ തകർന്നാൽ, ജീവിതത്തിന്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടാൽ, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചാൽ, കർത്താവ് പറയുന്നു നിന്നെ അവിടെ എത്തിക്കുന്നത് വരെ എൻ്റെ ദൈവം വിശ്വസ്തൻ, വിശ്വസ്തൻ, വിശ്വസ്തൻ. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ കരം നിന്റെ കൂടെയുണ്ട്. വൈഡാമാന ഷന്തൽ ഖമന വൈഷസ് പ്രൗഢി ബിരി കടക റഗൽ ഖമന കടക ഷന്തൽ പ്രൗഢമാന കടകസേ. എൻ്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ദൈവം നിന്റെ കൂടെ ഉണ്ട്. കർത്താവ് നിന്റെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് ആരോടിക്കുന്ന പകൽക്കാലം സംസാരിക്കും, നിന്റെ കൂടെ ദൈവമുണ്ട്. നീ ചില ദൂതുകളുടെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ദൈവം തന്ന ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ബൈബിൾ പറഞ്ഞ കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നീ പ്രതീക്ഷിച്ച കപ്പൽ ചിലപ്പോൾ അതിന് കൂടെ കാണത്തില്ല. നീ പ്രതീക്ഷിച്ച കപ്പൽക്കാർ ചിലപ്പോൾ നിൻ്റെ കൂടെ നിൽക്കത്തില്ല. നീ പ്രതീക്ഷിച്ച ആമേൻ ആ വള്ളം നിന്നെ കൊണ്ടെത്തിക്കത്തില്ല. പ്രതീക്ഷിച്ച ബിസിനസ് ആയിരിക്കില്ല, പ്രതീക്ഷിച്ചതായിരിക്കത്തില്ല നിന്നെ നയിക്കാൻ പോകുന്നത്. പക്ഷെ ദൈവം ദൂത് തന്ന തമ്പുരാൻ പറയുന്നു, തമ്പുരാൻ നിൻ്റെ കൂടെയുണ്ട്. കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. യേശു നിൻ്റെ കൂടെയുണ്ട്. വിളിച്ചവൻ വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് പകലി ഹോളിനകത്തും ദൈവാത്മാവ് ശക്തമായി പറയുന്നു, വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവം, വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവം. ചിലതൊക്കെ പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവത്തിന് കരുത്തുണ്ടെന്ന്. ആമേൻ. പക്ഷെ പൗലോസിനെ തകർക്കാൻ അമരമുടഞ്ഞു. ആമേൻ കപ്പലിൻ്റെ അണിയമുറച്ചു. കപ്പല് മൊത്തം തകരുമ്പോഴും പൗലോസ് പറഞ്ഞു, ഇതിൻ്റെ കണ്ടങ്ങളിൽ പിടിക്കുന്നവനും നശിച്ചു പോകാതെ രക്ഷപ്പെടാൻ പോവുക. ഇന്ന് പകൽ പിശാചേ, നീ കപ്പല് തകർത്തെങ്കിൽ ആമേൻ അഭിഷേകമുള്ളവൻ പറഞ്ഞത്, ഇതിൻ്റെ കണ്ടങ്ങളിൽ പിടിച്ചാൽ ആമേൻ ചിലത് കരയ്ക്ക് കയറാൻ പോവുകയാ. ഇതിൻ്റെ കണ്ടങ്ങളിൽ പിടിച്ചാൽ ചിലത് കരയ്ക്ക് കയറാൻ പോവുകയാ. ഒന്നുകൂടെ ഞാൻ കയറി പറയുക, ചില കച്ചിത്തുരുമ്പുകള് കർത്താവ് നിങ്ങളുടെ കൈകളിലേക്ക് ഇട്ടുതരും. നിന്നെ വഴി മുക്കാനല്ല, നിന്നെ വഴിയിൽ നിന്ന് കരകയറ്റാൻ ആത്മാവ് ശക്തമായി പറയുന്നു. ചില കച്ചിത്തുരുമ്പുകൾ നിന്റെ കരത്തിൽ തരും. അതെ, തൊട്ടാൽ ഇന്ന് പകൽ വിശ്വാസത്തോടെ നീ അതിനെ മുറുകെ പിടിക്കുമെങ്കിൽ നിന്റെ വഴികൾ സ്വർഗം തുറക്കാൻ പോകുകയാ. മുങ്ങും എന്ന് ചിന്തിച്ച, മുങ്ങും എന്ന് തോന്നിയ, മുങ്ങിപ്പോകുമെന്ന് കരുതിയ ചില മേഖലകളിൽ നിന്ന് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചില വഴിയും വാതിലുകളും സ്വർഗം തുറന്നു തരാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലമേ ഹോളിനകത്ത് ചലിക്കട്ടെ. വൈഡം ശമനഘടക റിഗൽ കമനഘടക യേശുവിന്റെ നാമത്താൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. മുങ്ങുമെന്ന് തോന്നിയെങ്കിൽ തമ്പുരാൻ പറയുന്നു, മുക്കത്തില്ല. ചില കണ്ടങ്ങളിൽ പിടിച്ചാൽ അമരത്തിനും അണിയത്തിനും ചെയ്യാൻ കഴിയാത്തത് നിന്നെ കരയിലേക്ക് കൊണ്ടുവരാൻ പോവാ. ഹല്ലേലൂയ. പ്രതീക്ഷിച്ച അമരവും അണിയവും നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്നു, ചില കപ്പലിന്റെ ഖണ്ഡങ്ങൾ നിനക്ക് വേണ്ടി കർത്താവ് വേർതിരിക്കാൻ പോവുക. അതേലൊന്ന് തൊട്ടാ മതി. ചില വഴികൾ കാറ്റ് അടച്ചു വച്ചത്, തിരമാലകൾ അടച്ചു വച്ചെടുത്ത കപ്പൽ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞെടുത്ത ഇന്ന് പകൽ ചില ഷിപ്പുകൾ നിന്റെ ജീവിതത്തിൽ ചില വഴികളെ തുറന്നെടുത്ത ചില മേഖലയിലേക്ക് നിന്നെ കൊണ്ടുവരാൻ പോവുക. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയ. ഇന്ന് പകലിലെ മഹത്വം വെളിപ്പെടട്ടെ, അസാന്നിധ്യം വെളിപ്പെടട്ടെ, കൃപ വെളിപ്പെടട്ടെ, അഭിഷേകത്തിന്റെ അഗ്നി ഇന്ന് പകൽ ചലിക്കട്ടെ. അന്യായമായി വെല്ലുവിളിക്കപ്പെടുന്ന എല്ലാ പോരുകളും ഇന്ന് പകൽക്കാലം ഉഠയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉഠയട്ടെ.
ഓ റീബല ശന്തൽ കമന ഗഡഗസേ വൈഡം ജനാധരാമന ഗഡഗസേ നിന്നെ കരയ്ക്ക് എത്തിക്കത്തില്ലെന്ന് വാദിക്കുന്ന പൈശാചികന്റെ സകല ആധിപത്യങ്ങൾ ഇന്ന് പകൽക്കാലം ഉടയപ്പെടാൻ പോവുകയാ. നിന്നെ കരയ്ക്ക് എത്തിക്കത്തില്ലെന്ന് വാദിക്കുന്ന സകല പൈശാചികന്റെ ആധിപത്യങ്ങൾ ഇന്ന് പകൽക്കാലം അഴിയപ്പെടാൻ പോവുകയാ. വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് ദൈവശക്തി വെളിപ്പെടാം. റീമാന ഷെഖേനിയ റീബൽ കമന ഗഡഗസേ നിന്റെ മുന്നും പിന്നുമൊക്കെ ബ്ലോക്ക് ചെയ്ത് നിന്നെ വഴിയിൽ മുക്കിക്കളയുവാൻ, വഴിയിൽ താഴ്ത്തി കളയുവാൻ ശത്രുവായ പിശാച് വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് പകൽ ആ വിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ നിന്റെ മുന്നും പിന്നും വലവും ഇടവും നിനക്കെതിരെ വച്ച് നിനക്ക് അതിരി വയ്ക്കുമ്പോ ഇന്ന് പകൽ ചില ശേഷിപ്പുകൾ നിന്റെ കരത്തിൽ ദൈവം തരും. അതേ പിടിച്ച് നീ ചിലതൊക്കെ വിടിവിക്കപ്പെടാൻ പോവുകയാ, ചിലതൊക്കെ കരയിൽ കയറാൻ പോവുകയാ, ചിലതൊക്കെ കരയ്ക്ക് വരാൻ പോവുകയാ. Yes, in the mighty name of Jesus. പിശാച് ചിന്തിക്കും എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്തു. പിശാച് പറയും എല്ലാ വഴികളും ഞാൻ ക്യാൻസൽ ചെയ്തു, എല്ലാ വഴികളും ഞാൻ അടച്ചു. ഇതാ പിശാചിൻ്റെ ചിന്ത. പക്ഷെ കർത്താവ് പറയും, പിശാച് നീ ചിന്തിക്കാത്ത വഴി ഞാൻ അവർക്ക് തുറക്കാൻ പോവാ. ഓ ആത്മാവാരെടുക്കുന്ന പകല ദൂത ശക്തമായി വിളിച്ചു പറയുന്നു. പിശാച് പറയും, അണിയവും അമരവും ഉണ്ടെങ്കിൽ നിനക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ പിശാച് നീ ചിന്തിക്കാത്ത വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. അണിയവും അമരവും നീ എടുത്തോ, പക്ഷെ ചില പലകകളെ വെച്ച് ഇതിനകത്തുള്ള സകലത്തിനെയും ഞാൻ കരയ്ക്ക് കയറ്റാൻ പോവുക. ഈ 2025 മാർച്ച് മാസം ആരുടെ ദൈവാത്മാവ് പറയുന്നു, പൈശാചികൻ ചിന്തിക്കാത്ത, നിന്റെ വിരോധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത ചില വഴികൾ കർത്താവ് ഈ പകലിൽ തന്റെ ജനത്തിന് വേണ്ടി സ്വർഗം ഓപ്പൺ ചെയ്യാൻ പോകുന്നു. Come on, receive the fire of God. ഓ മകത്വം ചലിക്കട്ടെ, മകത്വം ചലിക്കട്ടെ. റിബല ശമന ഘടക, റീബ ശമന ഘടക, അത്യുന്ന റിഗൽ കമന ഘടകസേ. നിന്റെ വിരോധിക്ക് പോലും, നിന്റെ ശത്രുവിന്റെ മനസ്സിൽ പോലും അവൻ കാണാത്ത ചില വഴികൾ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാ, തുറക്കാൻ പോവുകയാ, തുറക്കാൻ പോവുകയാ, തുറക്കാൻ പോവുകയാ. അവൻ ആവിചാരം ചെയ്താൽ യാസ് പരസ്യമായി നിന്റെ പുന്നും മുന്നും പിന്നും കിടക്കുന്നുണ്ടാകാം. എന്നാൽ അവർക്ക് പോലും പിടികിട്ടാത്ത ചില വഴികൾ 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 ഓ ഓ ലാമാന ഷെഖേനി റീമാന ഷെഖേനിയ റീബൽ പ്രൗഢബല ഘടക അത്യുന രക്ഷസ്കമന ഘടകസേ. ആത്മാവിന്റെ സാന്നിധ്യം തൊടട്ടെ, ദൈവശക്തി തൊടട്ടെ, ദൈവശക്തി തൊടട്ടെ. ചില ശരീരങ്ങളിൽ നിന്ന് ചില ബലഹീനതകൾ ഇന്ന് പകൽ പൊട്ടി മാറട്ടെ. അമരവും അണിയവും എവിടേക്ക് ഉറപ്പിച്ച നിന്നെ തകർക്കുമെന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ നടുവിൽ നിന്ന് നിന്നെ പുറത്തെടുക്കാൻ ചില പലകകൾ, ചില കഷണങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ഇട്ടു തരികയാ. Yes, receive the fire of God. ലാമാന ഷാദ റഖമാന റീമാന ശന്തൽ കമന വൈശസ് പ്രൗഢി ബിരി ഘടക അത്യുന റഗൽ കമന ഘടകസേ അടക ക്ഷമന ഘടകസേ അത്യുൽ പ്രൗഢി ബിരി ഘടക വൈഡം ജനാധരാമന ഘടക അന്തൽ പ്രൗഢമന ഘടക. യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ, യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ, യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. വൈഡൽ പ്രൗഢി ബിരി ഘടകസേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ചില ഖണ്ഡങ്ങൾ കൊണ്ട് നിന്നെ കരയ്ക്ക് കയറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അവൻ സകല വഴിയും ബ്ലോക്ക് ചെയ്യട്ടെ, അവൻ സകല വഴിയും ബ്ലോക്ക് ചെയ്യട്ടെ. ചില ഖണ്ഡങ്ങൾ വഴി നിന്നെ കരയിലോട്ട് കയറ്റാൻ എൻ്റെ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകൽക്കാലം മഹത്വം വെളിപ്പെടാൻ പോവുകയാ. വൈശസ് പ്രൗഢി ബിരി ഘടക അത്യുന റഗൽ കമന ഘടകസേ. ആരുടെക്ക് ദൈവാത്മാവ് സംസാരിക്കുന്നെന്ന്, ആരുടെക്ക് ദൈവാത്മാവ് ഇടപെടുന്നു. നീ വന്നതുപോലെ പോകത്തില്ല, നീ വന്നതുപോലെ പോകാനല്ല, നീ കരയിലേക്കുള്ള വഴി കാണാൻ പോവുക.
പിശാച് അടച്ചു വച്ചത് നീ കാണാൻ പോവുകയാണ്. പിശാച് അടച്ചു വച്ചത് നീ കാണാൻ പോവുകയാണ്. റീമാന ഷെക്കേനി റീബൽ പ്രൗഢിബിരികടകസേ പൈശാചികൻ അടച്ചു വച്ചത് നീ കാണാൻ പോവുകയാണ്. വൈഡം ശമനഘടക റീബൽ പ്രൗഢിബിരികടക അക്ഷസ് കമനഘടകസേ പിശാച് അടച്ചു വച്ചത് നീ കാണാൻ പോവുകയാണ്. എന്നോട് ദൈവാത്മാ പറയുന്നു, അവൻ മുന്നും പിന്നും ഇല്ല എന്ന് പറഞ്ഞ് അടച്ചു വച്ചേക്കുന്നത് കർത്താവ് നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ദൈവാത്മാവ് അതിശക്തമായിട്ട് ഈ പകൽക്കാലം സംസാരിക്കുന്നു. ദൈവം ചിലർക്ക് തുറക്കാൻ പോവുകയാണ്. ആഭിചാരം കൊണ്ട്, അവൻ മന്ത്രവാദം കൊണ്ട് നിനക്ക് ചുറ്റും വഴി അടച്ചു വച്ചെങ്കിൽ, അവൻ പിശാചേ, മന്ത്രവാദികളെ, ആഭിചാരം ചെയ്യുന്നവരെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴി അഭിഷേകമുള്ളവർക്ക് തുറക്കാൻ പോവുകയാ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴി അഭിഷേകമുള്ളവർക്ക് തുറക്കാൻ പോവുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുവത്? ഓ, ഇന്ന് പകൽ ഇതിനകത്ത് ആരുടെ ദൈവം പറയുന്നു, നേർച്ച കൊണ്ടടയ്ക്കാൻ കഴിയാത്തത്, നേർച്ച കൊണ്ടടയ്ക്കാൻ കഴിയാത്തത്, മന്ത്രവാദം കൊണ്ടടയ്ക്കാൻ കഴിയാത്തത്, ആ വിചാരം കൊണ്ടടയ്ക്കാൻ കഴിയാത്തത്, കർത്താവ് പറയുന്നു നിനക്ക് വേണ്ടി സ്വർഗം 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 ഈ സമയം ഓപ്പൺ ചെയ്യട്ടെ. Receive the fire of God. Lamana Shadal Kamana Vaishas Proudi Bidi Gadaga Athuna Regal Kamana Gadaga Vaishas Proudi Bidi Gadaga say Yesu in the Magatum Chalikata in the Pagala Magatum Veli Padata in the Pagala Sanitium Veli Padata Daivat in the Kriba in the Pagal Chalikata Andake Ulangal Kagata Adeva Magatum Veli Padan Samayamai Udabala Hadal Kamana Vaishas Proudi Bidi Gadaga Athuna Regal Kamana Gadaga Shandal Kamana Gadaga say Yesu in the നാമത്താൽ ജയമെടുക്കുകയാണ്. റീബാന ഷെക്കേനി അംതേനിയ ഹോളി സ്പിരിറ്റ് മഹത്വം വെളിപ്പെടട്ടെ, മഹത്വം വെളിപ്പെടട്ടെ, മഹത്വം വെളിപ്പെടട്ടെ. കർത്താവ് ഇന്ന് പകലിൽ അതിശക്തമായി നിങ്ങളോട് പറയുക, ദൈവപ്രവൃത്തിക്കുള്ള സമയമായി. ഹല്ലേലൂയ. ആമേൻ. പിശാച് പറയും ചിലതിനൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. എന്നാ ആമേൻ, പിശാച് ബ്ലോക്ക് ചെയ്തിട്ട് കർത്താവ് ചെറിയ പലക കഷ്ണങ്ങൾ ഇട്ടേരാൻ പോവുക. ആമേൻ. നീ കരകയറത്തില്ലെന്ന് പറഞ്ഞ് പിശാച് എവിടേക്കോ നിന്നെ അമരവും ആണിയവും ഉറപ്പിച്ച് നിർത്തിയെങ്കിൽ, തകർത്ത് നിർത്തിയ തമ്പുരാൻ പറയും, എടാ അവനവിടെ നിൽക്കട്ടെ, അവനങ്ങനെ ചെയ്യട്ടെ, പക്ഷെ നിനക്ക് ചില പലക കഷ്ടങ്ങൾ വരാൻ പോവുക എന്ന് പറഞ്ഞ ദർശനമുള്ള അഭിഷേകമുള്ള നിന്നെ ഒതുക്കാൻ അവനെ കൊണ്ട് പറ്റത്തില്ല. നീ സഞ്ചരിച്ച കപ്പൽ വേണമെങ്കിലും അവന് പിടിച്ചിടാം, പക്ഷെ നിന്നെ പിടിച്ചു നിർത്താൻ അവന് പറ്റത്തില്ല. ആത്മാവ് ഇതിനകത്ത് ആരുടെയൊക്കെ സംസാരിക്കുന്നു, ദൈവാത്മാവുള്ള നിന്നെ അവനെ പിടിച്ചു നിർത്താൻ, വഴി നിർത്താൻ അവനെ കൊണ്ട് പറ്റത്തില്ല. വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകലിൽ fire of God ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ചലിക്കപ്പെടുകയാണ്. നിന്റെ പ്രായം ഒരു വിഷയമല്ല, നിന്റെ ആരോഗ്യം ഒരു വിഷയമല്ല, പക്ഷെ നിന്നെ തടയാൻ പിശാചിന് കഴിയത്തില്ല. നിന്നെ തടയാൻ നിന്നെ തടയാൻ ശക്തമായി ദൈവാത്മാവ് ഇടപെടുന്നു. ഈ തൃശ്ശൂർ പട്ടണത്തിനകത്ത് പാരമ്പര്യ സ്പിരിറ്റുകൾ, പാരമ്പര്യ ശക്തികൾ പലപ്പോഴും നിന്നെ തടയുമ്പോൾ ഇന്ന് സ്വർഗം നിന്നോട് പറയുന്നു, നിന്നെ തടയാൻ അവന് കഴിയത്തില്ല, അവന് കഴിയത്തില്ല, അവന് കഴിയത്തില്ല. യെസ്, അവൻ സകല വഴിയും അടച്ചാലും ചില പലകകൾ നിനക്ക് വഴി തുറക്കും. യേശുവിന്റെ മഹത്വം ഇന്ന് ചലിക്കട്ടെ. എവിടേക്കോ ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ആമേൻ. നാട്ടുകാരോ വീട്ടുകാരോ കുടുംബക്കാരോ അടച്ചുകൊള്ളട്ടെ, അഭിഷേകമുള്ളവന്റെ വഴി കർത്താവ് തുറക്കും. പരിശുദ്ധാത്മാവിനെ ചുവക്കുന്ന നിനക്കുള്ള വഴി സ്വർഗം തുറക്കും, സ്വർഗം തുറക്കും, സ്വർഗം തുറക്കും. Come on, receive the holy fire. സ്വർഗം 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 തുറക്കും, സ്വർഗം തുറക്കും. വൈഡം ശമന ഘടകം റിബല പ്രൗഢിബിരി ഘടകം അത്യുന രക്ഷസ്കമന ഘടക റീബാല ശന്തൽ കമന വൈഡം ജനാധരാമന ഘടകസേ സ്വർഗം തുറക്കട്ടെ. Mighty name of Jesus. Ribala Shandal Kamanagadaga Vaishas Proudi Bidi Gadaga say, come on. Amen. നീ രക്ഷപ്പെടുമെന്ന കാര്യം ഉറപ്പാ. ദർശനമുള്ള നീ ഒരിക്കലും വെള്ളം കുടിച്ച് ചാകാൻ ദൈവം അനുവദിക്കത്തില്ല.
പക്ഷെ ദർശനമുള്ള നിന്നെ ദൈവം രക്ഷിക്കും, അത് ഉറപ്പായ കാര്യമാണ്. അഭിഷേകമുള്ള നിന്നെ കർത്താവ് രക്ഷിക്കും. അല്ലാതെ എല്ലാവരും പോകുന്ന കൂട്ടത്തിൽ നീ പോകത്തൊന്നുമില്ല, അങ്ങനെ ചിന്തിക്കരുത്. ആമേൻ. മുന്നും പിന്നും ബ്ലോക്കായിട്ടും പൗലോസേ നീ കപ്പലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആമേൻ നീ രക്ഷപ്പെടാനുള്ളവനാ. എല്ലാ പഴുതുകളും അടഞ്ഞിട്ടും ജീവിതത്തിൽ ഇന്നും പിടിച്ചു നിൽക്കുന്ന ആരൊക്കെയോ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. നിന്നോട് സ്വർഗം പറയുന്നേ, നീ തകരാനുള്ളവനല്ല, നീ നശിക്കാനുള്ളവനല്ല, നീ ആത്മഹത്യ ചെയ്യാനുള്ളവനല്ല, നീ കരകയറും. ഓ ലവന ഷദൽ കമനഗഡഗ വൈഷസ് പ്രൗഢി ബിരിഗഡഗസേ, നീ കരകയറോ. സാന്നിധ്യം ഇന്ന് പകലിൽ ഈ ഹോളിനകത്ത് ചലിക്കട്ടെ. ദൈവത്തിന്റെ കൃപ ഇന്ന് പകലിൽ ഹോളിനകത്ത് വെളിപ്പെടട്ടെ. വൈഡ പ്രൗഢി വിരികണ്ടകസേ അത്യുന രക്ഷസ് കമനഗഡഗ വൈഡൽ കമനഗഡഗസേ. ആരുടെയൊക്കെ ദൈവാത്മാവ് ശക്തമായി സംസാരിക്കുന്നു. നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് ചില കണ്ണങ്ങളെ ഇട്ട് തരാൻ പോവുക. പിശാചിന്റെ പദ്ധതികളെ തെറ്റിക്കും, പിശാചിന്റെ പദ്ധതികളെ പൊളിക്കും, പിശാചിന്റെ പ്ലാനുകൾ തെറ്റും, പിശാചിന്റെ സകല വഴികളും തെറ്റും. ഇന്ന് പകൽ കൃപയുള്ളവന് വേണ്ടി 2025 മാർച്ച് മാസം സ്വർഗം പറയുന്നു, ചില പദ്ധതികളും ചില പലകകളും ചില കണ്ണങ്ങളും ദൈവം നിനക്ക് വേണ്ടി ഇടും. കഴിഞ്ഞ ആണ്ടിൽ ചെയ്തതുപോലെയല്ല, ഈ വർഷം വ്യത്യസ്തമായ നിന്റെ ദർശനങ്ങളെ പ്രാവർത്തികമാക്കാൻ എൻ്റെ ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ നിന്റെ മേൽ ഫയർ. ഓ വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. ഉടകബല ശന്തൽ കമനഗഡഗ ആത്മസാന്നിധ്യം ഇറങ്ങി വരിക. ചിലത് ചെയ്യാനുണ്ട്, ഈ പട്ടണത്തിലും ചിലത് ചെയ്യാനുണ്ട്, ഈ ജില്ലയിലും ചിലത് ചെയ്യാനുണ്ട്. അഭിഷേകം ചിലതിനെ ബലപ്പെടുത്തുന്ന പകലായത്, അഭിഷേകം ചിലതിനെ ശക്തിപ്പെടുത്തുന്ന പകല. മുന്നോട്ടുള്ള വഴിയും പിന്നോട്ടുള്ള വഴിയും അടച്ചു നിർത്തുമ്പോ ഇന്ന് പകൽ സ്വർഗം നിന്നോട് വ്യക്തമായി സംസാരിക്കുന്നു, ദൂതിലേക്കുള്ള വഴി തുറക്കുകയാ. ഓ ദർശനത്തിലേക്കുള്ള വഴി തുറക്കുകയാ. ആരുടെയൊക്കെ ദൈവാത്മാവ് ശക്തമായി സംസാരിക്കുന്നു. നീ കണ്ട വഴി അടഞ്ഞില്ലല്ലേ? ഓ നീ കണ്ട വഴിയെല്ലാം അടഞ്ഞു പോയല്ലേ? മുന്നും പിന്നും വഴി അടഞ്ഞുവല്ലേ? പക്ഷെ സ്വർഗം പറയുന്നു, ഇനി നീ കാണാൻ പോകുന്ന വഴി നിന്റെ ദർശനത്തിലേക്കുള്ള വഴിയാ, നിന്റെ വാഗ്ദത്തത്തിലേക്കുള്ള വഴിയാ. നീ പോകേണ്ടുന്നത് ദൈവം കാണിക്കുന്നൊരു വഴിയാ. അതിശക്തമായി പറയുന്നു, നിനക്കുള്ള വഴി സ്വർഗം തുറക്കാൻ പോവുകയാണ്, സ്വർഗം തുറക്കാൻ പോവുകയാണ്. നീ പ്രതീക്ഷിക്കുന്ന പോലല്ല, നീ പ്രതീക്ഷിക്കുന്ന പോലല്ല. വാവ് ലമന ശാന്തന റിഗൽ കമന ഘടകം. ഹല്ലേലൂയ. ഒരു ഭാഗം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. ശ്രദ്ധിക്കണം. ആമേൻ. കണ്ടങ്ങളിൽ പിടിച്ച ബൈബിൾ പറയുന്നു എല്ലാവരും കരയ്ക്ക് കയറി. അതിൻ്റെ അർത്ഥം ആരും നശിച്ചില്ല. കൃപ ഉള്ളവനും നശിച്ചില്ല, കൃപ ഇല്ലാത്തവനും നശിച്ചില്ല. കൃപയുള്ളവൻ്റെ കൂടെ നിന്നാൽ അതാണ് ഗുണം. അത് പിടിയിട്ടെന്ന് എനിക്കറിയത്തില്ല. ഗ്ലോറി ടു ജീസസ്. കപ്പിത്താൻ്റെ കൂടെ നിന്നെങ്കിൽ എന്നേ പോയേനെ. പക്ഷെ പൗലോസിന്റെ കൂടെ നിന്നുകൊണ്ട് 276 എണ്ണം കപ്പലിൽ എണ്ണി കയറ്റിയതാ. തിരിച്ച് കരയ്ക്ക് കയറുമ്പോൾ 276 ഉണ്ട്. ആദ്യം കപ്പിത്താന്റെ കൂടെ നിന്നവരൊക്കെ പിന്നെ മനസ്സിലായി അവിടെ കൂടെ നിന്നിട്ട് കാര്യമില്ല, കൃപയുള്ളവന്റെ കൂടെ നിൽക്കണം. ഓ ഉണ്ടോ പകൽ ഇതിനകത്ത് ദൈവാത്മാവ് ശക്തമായി സംസാരിക്കുന്നു. കൃപയുള്ള പൗലോസിന്റെ കൂടെ നിൽക്കാമെങ്കിൽ ആമേൻ. അമര ഉടഞ്ഞാലും അണിയ ഉറച്ചാലും പൗലോസ് ഞങ്ങളെ കരക്കെത്തിക്കും. ഓ വിശ്വസിക്കുന്ന ചിലരോട് സ്വർഗം പറയുക, നിന്റെ മേൽ കിടക്കുന്ന ഈ അഭിഷേകം ഈ പട്ടണത്തിൽ ചിലതിനെ കരക്കെടുക്കുന്ന, കരയിലേക്ക് കയറ്റുന്ന ഒരു അഭിഷേകം. ആരെങ്കിലും ഒന്ന് ലേറ്റ് പിടിച്ചോ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് പകൽ ഇതിനകത്ത് ആരുടെയൊക്കെ പറയുന്നു, ആമേൻ. നമരമുടഞ്ഞാലും ആമേൻ, അണിയമുറച്ചാലും സ്വർഗം പറയുന്നു, ആമേൻ, നിന്റെ മേലുള്ള പദ്ധതിക്ക് വേണ്ടി ദൈവം നിന്നെ ഒരു അഭിഷേകമുള്ളവനെ കൊണ്ട് പുറത്തെടുക്കും. ഓ Glory to Jesus. Amen.
പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം? ഇപ്പം 275 പേർക്ക് ഒരു കാര്യം പിടികിട്ടി. നിൽക്കുന്നെങ്കിൽ ഇപ്പം ആരോടെ നിൽക്കണം? അഭിഷേകമുള്ള പൗലൂസിൻ്റെ കൂടെ നിന്ന് നമ്മൾ കരയിൽ കയറും. ഈ കപ്പിത്താൻ പറയുന്നത് കേട്ട് നിൽക്കുവാണെങ്കിൽ നമ്മൾ മുങ്ങത്തേ ഉള്ളൂ. അവസാനം ഒരു കാര്യം പിടികിട്ടി. കപ്പിത്താന് മനസ്സിലായി, ഇനി ഞാൻ പറയുന്നതിനല്ല കാര്യം, ഞാനും അവൻ്റെ കൂടെ നിന്ന നമ്മൾ കരയിൽ കയറും. ഇന്ന് ആത്മാവ് അരുടിക്ക് പറയുക, സമയം കഴിയുന്നു. ചിലതിൻ്റെ വാക്കുകളൊക്കെ അസ്ഥാനത്ത് പോകുമ്പോ ആ അഭിഷേകമുള്ളവന്റെ വാക്ക് കൂടെ നിൽക്കുന്ന ചിലര് കരക്കെത്തിക്കുന്ന ഒരു വാക്കായി പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം. കൃപയുള്ളവന്റെ കൂടെ നിന്നപ്പോ ബൈബിൾ പറയുന്നു 276 കരയിൽ കയറി. തൃശ്ശൂർ പട്ടണത്തിലും കരയിൽ കയറാനുണ്ട് കുറച്ച് പേര്. ആ അഭിഷേകമുള്ളവന്റെ കൂട്ടത്തിലൊന്ന് കയറും. വിശ്വസിക്കുന്നെങ്കിൽ രാമയും പറ. ഹല്ലേലൂയ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ കരയിൽ കയറിയിട്ട് പിശാചി വിട്ടില്ല. കരയിൽ കയറിയിട്ട് ആരും വിട്ടില്ല. അവൻ വിടത്തൊന്നുമില്ല. നിന്റെ അഭിഷേകത്തിനെതിരെ അവൻ എപ്പോഴും ഫൈറ്റ് ചെയ്യും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഇത് ഞാൻ നിങ്ങളോട് ഇപ്പോഴേ പറയുന്നതാ, നിങ്ങൾ മടുത്തു പോകാതിരിക്കാൻ വേണ്ടിയാ. നിന്റെ അഭിഷേകത്തോട് പിശാച് എത്ര ഫൈറ്റ് ചെയ്താലും അവൻ ജയിക്കത്തില്ല. നിനക്കാ ജയം. നിന്റെ അഭിഷേകത്തോട് അവൻ എങ്ങനെയൊക്കെ എതിരിട്ടാലും പിശാചിനല്ല ജയം. വിശ്വസിക്കുന്ന അഭിഷേകം ചുമക്കുന്ന നിനക്കാ ജയം. വാവ് ലാം ഷാഥേനി ആത്മാവ് ശക്തമായിട്ട് ഇന്ന് പകല് ഹോളിനകത്ത് സംസാരിക്കുന്നു. നിന്റെ അഭിഷേകത്തോട് പിശാച് യുദ്ധം ചെയ്താൽ ആമേൻ, പിശാചല്ല ജയിക്കാൻ പോകുന്നത്, നീയാ ജയിക്കാൻ പോകുന്നത്. കാരണം നീ യുദ്ധം ചെയ്യുന്നത് ജഡത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിലും നിന്റെ ആയുധങ്ങൾ ജഡീകമല്ല, ആത്മാവിന്റെ ആയുധങ്ങൾ നിന്നിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ജയം അഭിഷേകമുള്ള നിന്റെ കയ്യിൽ. ഈ കരയിൽ കയറിട്ടും പിശാച് അവനെ വിട്ടില്ല. അതാണ് അടുത്ത ചിന്ത. കണ്ടങ്ങളെ പിടിച്ചവൻ കരയിൽ കയറിയപ്പോ പിശാച് പറഞ്ഞു, ഇങ്ങ് വാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ആമേൻ. നേരത്തെ അമരം ഉടച്ചു, അണിയം ഉറപ്പിച്ചു, കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ തിര കൊണ്ട് അതിനെ അടിച്ചുടച്ചു. പൗലോസ് പറഞ്ഞു, ഒരുത്തനും ചാകത്തില്ല. എൻ്റെ കൂടെ എൻ്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളെല്ലാം എൻ്റെ കൂടെ കരയിൽ കയറാൻ പോവുക. ഇച്ചിരി കഴിഞ്ഞപ്പോൾ കപ്പിത്താൻ നോക്കി, ഞാൻ കരക്കെത്തിക്കാന്നാ പറഞ്ഞേ, പക്ഷെ എന്നെ കരക്കെത്തിക്കേണ്ടി വന്നു അഭിഷിക്തൻ. കപ്പിത്താനല്ലയോ കപ്പലിനെ നിയന്ത്രിക്കുന്ന ആള്, പുള്ളിയല്ലേ പറഞ്ഞു കയറി കയറി എല്ലാവരും ഞാൻ കൊണ്ടൊക്കെ. അവസാനം കപ്പിത്താനെ മനസ്സിലായി, എന്നെ കരക്കെത്തിക്കേണ്ട ഉത്തരവാദിത്വം അഭിഷിക്തന്റെ കയ്യിലാ. ഇവിടെ ഇടുന്നുണ്ടോ നിങ്ങൾക്ക്? ചില ഉത്തരവാദിത്വങ്ങളൊക്കെ അഭിഷേകമുള്ളവന്റെ കയ്യിലേക്ക് വരാൻ പോവുക. ചില റെസ്പോൺസിബിലിറ്റി ഒക്കെ അഭിഷേകമുള്ളവന്റെ കയ്യിൽ തരാൻ പോവുക. ആത്മാവ് ശക്തമായി പറയുന്നു, അവൻ പ്രശംസിപ്പാൻ പലതും ഉണ്ടാകും ലോകത്തിൽ, പക്ഷെ അവരൊക്കെ അവസാനം നിന്റെ കരത്തിലോട്ട് വരാൻ പോവുക. നീ വിചാരിച്ചാൽ ചിലതിനെ കരയ്ക്ക് കയറത്തുള്ളൂ എന്ന്. നിന്റെ കയ്യിൽ കിടക്കുന്ന അഭിഷേകം കൊണ്ട് ചിലത് കരയിലോട്ട് കയറാൻ പോവുക. ആമേൻ, ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിച്ച് പറഞ്ഞാൽ ചിലതൊക്കെ കരയിലോട്ട് വരുമെന്നാ. മുങ്ങേണ്ടതും ആത്മഹത്യ ചെയ്യേണ്ടതുമായ ചിലതൊക്കെ കരയ്ക്ക് കയറാൻ പോവുക. അവൻ പക്ഷെ പിശാച് വിട്ടില്ല, അവൻ വിടത്തില്ല. അവൻ, ഞാൻ പറഞ്ഞില്ല, അവൻ വിടത്തൊന്നുമില്ല. അവൻ പുറകെ വരും. പുറകെ വന്ന് മെലീത്ത എന്ന ദ്വീപിൽ പൗലോസ് കയറിയപ്പോ മെലീത്ത എന്ന ദ്വീപിൽ അവനും കയറിയിരിപ്പാ. ബൈബിൾ പറഞ്ഞു, ഭയങ്കര ശീതവും തണുപ്പും ആയതുകൊണ്ട് പൗലോസ് വിറക് പുറകെ തീയിലിട്ടു. 28-ാം അധ്യായം നിങ്ങൾ വായിക്കണം, പിന്നീട് വായിച്ചാൽ മതി, ഇപ്പോൾ വായിക്കണ്ട, സമയം പറഞ്ഞു പോകുന്നു. 28-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, വിറകെടുത്ത് തീയിലേക്ക് വാരിയിടുമ്പോൾ വിറകിന്റെ ഇടയിൽ നിന്നൊരു അണലി അവന്റെ കൈക്ക് കടിച്ചു. കുറച്ചു മുമ്പ് തീ കത്തിച്ചുകൊണ്ടിരിക്കുക, അവിടത്തെ ഒറ്റ എണ്ണം കത്തിച്ചിട്ടും ഈ അണലി പിടിപെട്ടില്ല. പക്ഷെ പൗലോസ് കത്തിച്ചപ്പോ അണലി പിടിച്ചു. ഒരു ഹല്ലേലൂയ അവിടെ പറഞ്ഞേ. അഭിഷേകമുള്ളവന്റെ തീക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നിന്റെ തീ കത്തുമ്പോൾ, നിന്നിലെ തീ വെളിപ്പെടുമ്പോൾ ചില അണലിക്കൊട്ടിയൊക്കെ വെളി വരും.
ഇന്നലത്തെ ശീതത്തിൽ കത്തിയ തീയിൽ വെളി വരത്തില്ല. പക്ഷേ ആത്മാവിതിനകത്ത് ശക്തമായി പറയുന്നു, ചില സർപ്പത്തിന്റെ കെട്ടുകൾ അഭിഷേകമുള്ളവൻ തീ കത്തിക്കുമ്പോൾ അത് പുറത്ത് ചാടും. ഇനി അതിന് ഇരിക്കാൻ കഴിയത്തില്ല. പിടിച്ചോ, ദൈവശക്തി ചില ശരീരങ്ങളെ തൊടുന്നു. ചില ദുർസ്പിരിറ്റുകൾ, പൈശാചിക ആധിപത്യങ്ങൾ, സർപ്പത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ചിലതൊക്കെ പൊട്ടുക യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ. ചിലതൊക്കെ അഴിയുകയാ. ആത്മാവ് അതിശക്തമായി ചിലതിനോട് പറയുന്നു, ചിലതൊക്കെ പൊട്ടുകയാണ് ഇതിനകത്ത്. അഭിഷേകത്തിന്റെ മുമ്പിൽ അതിന് നിൽക്കാൻ പറ്റത്തില്ല. അഭിഷേകത്തിന്റെ മുമ്പിൽ അതിന് നിൽക്കാൻ പറ്റത്തില്ല. അഭിഷേകത്തിന്റെ മുമ്പിൽ അതിന് നിൽക്കാൻ പറ്റത്തില്ല. ആത്മസാന്നിധ്യം ഇതിനകത്ത് ശക്തമായി ഇടപെടുന്നു. ഇല്ല പിശാചേ, നീ ഇരിക്കുന്നിടത്ത് പൗലോസ് കയറി വരികയാ. നീ ഇരിക്കുന്നിടത്ത് പൗലോസ് കയറി വരികയാ. യെസ്, പലപ്പോഴും കത്തിയ തീയിൽ നീ പുറത്തിട്ടില്ല, നീ പുറത്തു വന്നില്ല. പക്ഷേ അഭിഷേകമുള്ള പൗലോസ് തീ കത്തിച്ചപ്പോൾ ആണലി പുറത്തു ചാടുകയാ. ആത്മാവിന്റെ ചൂട് ചില ശരീരങ്ങളിൽ തട്ടുമ്പോൾ ചില ദുരാത്മശക്തികൾ, പൈശാചിക ആധിപത്യങ്ങൾ, സർപ്പത്തിന്റെ കെട്ടുകൾ ഈ സീസണിൽ അവൻ അകത്തുനിന്ന് പുറത്തു വരാൻ പോവുകയാണ്. അകത്തുനിന്ന് പുറത്തു വരാൻ പോവുകയാണ്. അകത്തുനിന്ന് പുറത്തു വരാൻ പോവുകയാണ്. പുറത്തു പോ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യെസ് യെസ് യെസ്. അഴിയട്ടെ. ബന്ധനത്തെ ഞാൻ അഴിക്കുന്നു. ഈ ശരീരത്തിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പകൽ ഞാൻ കൽപ്പിക്കുകയാ, സകല ദുർഭൂതത്തിന്റെ ശക്തികളും ഏതൊക്കെ ശരീരങ്ങളിൽ നിന്ന് മാറാൻ സമയമായി. നിന്നെ ബലഹീനപ്പെടുത്തുന്ന നീ പോകും, നീ പോകും, നീ പോകും, നീ പോകേണ്ട സമയമായി. ശരീരമിട, ശരീരമിട. നീ പോയേ പറ്റൂ. നീ ആരെയും കൊല്ലില്ല. നീ ആരെയും കൊല്ലില്ല. പിശാചേ, മാധവനൊന്ന് പിടിക്കുക. വിട് 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 വിട്. ഈ ശരീരം വിട് വിട്. ആത്മാവിന്റെ തീ ശരീരത്തിലോട്ട് ഇറങ്ങി വരിക. പിശാചേ, സർപ്പശക്തികൾ അടക്കമുള്ള വെളിയില് 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 കെട്ടഴിയണം. കൊല്ലാനല്ല യേശു ഇവിടെ തൊട്ടുന്നത്. മതി പിശാചേ, മതി. നിന്റെ അട്ടഹാസം എല്ലാം മതി. നിന്റെ അട്ടഹാസം എല്ലാം മതി. പറഞ്ഞാട്ടോ, ഇനി ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം. സകല ദുർഭൂത കെട്ടുകളും ഈ മാതാവിൽ നിന്നും കുടുംബത്തിൽ നിന്നും സകല അശുദ്ധ സ്പിരിറ്റുകളോടും ഞാൻ കൽപ്പിക്കുകയാണ് യേശുവിൻ നാമത്തിൽ. ശരീരം വിടണം. സകല അശുദ്ധ സ്പിരിറ്റുകൾ ഒന്നിന് പുറകെ ഒന്നായി ഈ ശരീരത്തിനകത്ത് വെല്ലുവിളിക്കുന്ന സകല ദുർഭൂത ശക്തികളും, സർപ്പത്തിന്റെ കെട്ടുകൾ ഈ ഒന്നല്ല, ഒരുപാടുണ്ട്. ഞങ്ങൾക്കറിയാം. ഇതെല്ലാം ആ ശരീരം വിട്ട് മാറിക്കോണം. ഇതെല്ലാം ആ ശരീരം വിട്ട് മാറണം. മാറിക്കോണം, മാറിക്കോണം, മാറിക്കോണം.
ഈ മാതാവിൻ്റെ രോമത്തിൽ നീ തൊടരുത്. പറഞ്ഞേട്ടോ, തൊടരുത്. നീ ആരും ആയിക്കൊണ്ട് പോട്ടെ, ഈ മാതാവിൻ്റെ രോമത്തെ തൊടാൻ നിനക്ക് അവകാശമില്ല. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഈ മാതാവ് ക്രിസ്തുവിനുള്ളതാ, യേശുവിനുള്ളതാ, യേശുവിനുള്ളതാ. ഉടകബല ശന്തൽ കമനകടകസി അത്യുന രക്ഷസ്കമനകടകസി. ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അഭിഷേകമുള്ള ദൈവശക്തി അനുഭവിക്കുന്ന ചിലർക്ക് വിരോധമായി അവൻ പതിയിരുന്ന ചില സർപ്പശക്തികൾ ചൂട് നിമിത്തം പുറത്തു വരും, 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 ചൂട് നിമിത്തം പുറത്തു വരും. ഓ യേശുവിൻ്റെ നാമത്തിൽ ചൂട് നിമിത്തം പുറത്തു വരും. അങ്ങനെയുള്ള സകല സ്പിരിറ്റുകളും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. ചില ശരീരങ്ങൾ ദൈവാത്മാവ് തൊടുകയാ, ചില വ്യക്തികൾ ദൈവാത്മാവ് തൊടുകയാ. ഉടകബല ശന്തൽ കമനകടക വൈശസ് പ്രൗഢി ബിരികടക റഗൽ കമനകടകസേ. ആത്മാവ് തൊടുക, ആത്മാവ് തൊടുക. ഇന്ന് പകല ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. വൈശസ് പ്രൗഢി ബിരികടക റഗൽ കമനകടകസേ. ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ, കൃപ ചലിക്കട്ടെ. ചില വിടുതലുകൾ വെളിപ്പെടാൻ സമയമായി, ചില വിടുതലുകൾ വെളിപ്പെടാൻ സമയമായി. ചില ശരീരങ്ങളെ അടക്കി ഭരിക്കുന്ന ചില കെട്ടുകൾ ഇന്ന് പകൽ പൊട്ടട്ടെ. റീമാന ഷെക്കേനിയ റീവൽ പ്രൗഢി ബിരികടകസേ അടക ക്ഷമനകടകസേ. ചില വിടുതലുകൾ വെളിപ്പെടാൻ സമയമായി. ഓ തൊടാൻ പോവുക ബ്രദറെ. ഓ റാഖാബാഷകേനിയ ആത്മാവിനെ തൊടുക. നാളുകളായി കെട്ടി വച്ചേക്കുന്ന ചില കെട്ടുകൾ ഇന്ന് ബ്രേക്കാകാൻ പോവുക, ഇന്ന് ബ്രേക്കാൻ പോവുക. ഓ ഇന്ന് ബ്രേക്കാകാൻ പോവുക, ഇന്ന് ബ്രേക്കാകാൻ പോവുക. റീമാന ഷെക്കേനിയ പ്രാർത്ഥിക്കുക. ദൈവാത്മാവിന്റെ ശക്തിയേറിയ ഇടപെടൽ നിന്നിൽ വെളിപ്പെടാൻ പോവുക. ചിലതിന്റെ അടിത്തറകൾ പൊട്ടുന്നു. ദൈവശക്തി ചില അടിത്തറകള് പൊട്ടിക്കുന്നു. അതിനെ in the mighty power la brashekenia tenia yes ചില അടിത്തറകളെ അത് പൊട്ടിക്കും. പൊട്ടിക്കാൻ പോവാ, പൊട്ടിക്കാൻ പോവാ, പൊട്ടിക്കാൻ പോവാ. നിന്റെ ബിസിനസ്സുകളുടെ ആമരവും അണിയവും തകർക്കുന്ന ചില പൈശാചികം കെട്ടുന്ന പകൽ പൊട്ടുക, പൊട്ടുക. പൊട്ടട്ടെ, 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 പൊട്ടട്ടെ. വിട്, വിട്, ശരീരം വിടും. അത് വിട്, വിട്, വിട്. ഈ ശരീരത്തിൽ നിന്ന് സ്പിരിറ്റിനെ ഞാൻ പൊട്ടിക്കുന്നു. ബ്രേക്ക്, ഫ്രീ ആകട്ടെ. ലൈറ്റ് പിടിച്ചോ, ഹോളി സ്പിരിറ്റ്. ഇനി അത് വേണ്ട. അമരവും അണിയവും ഉറപ്പിച്ചു വെക്കുന്ന സകല സ്പിരിറ്റിന്റെ ഇടപാടുകളും ഇന്ന് യേശുവിൻ നാമത്തിൽ ഈ മകനിൽ നിന്ന് ഞാനതിനെ ബ്രേക്ക് ചെയ്യുന്നു. വിട്ടുവാ, വിട്ടുവാ, വിട്ടുവാ. റീഖാമാന ഷെഖേനിയ ധേനിയ റീബൽ പ്രൗഢി ബിരികടക രക്ഷസ്കമന ഘടകസേ. ബ്രദർ എന്ത് ചെയ്യുക ബ്രദറെ? ആദ്യമായിട്ടാണ് മീറ്റിങ്ങിന് വരുന്നത്. പേരെന്തുവാ? എന്ത് ചെയ്യുന്നു ബ്രദറെ? കൺസ്ട്രക്ഷൻ കമ്പനി. മുന്നോട്ടും പിന്നോട്ടും വിടുന്നില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചില ശക്തികളെ ഞാൻ കാണുക. പക്ഷേ ഇന്ന് ചില കെട്ടുകൾ പൊട്ടിയിട്ടുണ്ട്. ഇനിയും ചിലത് ബ്രേക്ക് ആവാനുണ്ട്. കുടുംബം വന്നിട്ടുണ്ടോ? ആരാ? നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ചില പുതിയ വഴികൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കും. പ്രതീക്ഷിക്കുന്ന കപ്പലൊന്നും നിങ്ങളെ അക്കരെ എത്തിക്കത്തില്ല. പക്ഷെ കർത്താവ് നിങ്ങളോട് ദൂത് പറയുക. ചില കച്ചിത്തുരുമ്പുകൾ നിങ്ങളുടെ കയ്യിൽ തരും, ചില പലക കഷ്ടങ്ങൾ നിങ്ങളുടെ കയ്യിൽ തരും. അതേ പിടിച്ച ചില പുതിയ മേഖലകളിലേക്ക് നിങ്ങൾ കരകയറാൻ പോവുക. ദൈവാത്മാവ് അങ്ങനെ തന്നെ ദൂത് പറയുന്നു. പിടിച്ചു കയറുമ്പോഴും പൗലോസിന് വേണ്ടി വെയിറ്റ് ചെയ്ത ചില ശക്തികൾ മാൾട്ടയ്ക്കകത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിലും കുടഞ്ഞു കളഞ്ഞാൽ
യെസ്, ഹോളി സ്പിരിറ്റ്. ആ ദൈവശക്തിയുടെ വ്യാപാരം ഈ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങട്ടെ, 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 ഇറങ്ങട്ടെ. ഒരു വലിയ ഡെലിവറൻസ് സംഭവിക്കാൻ പോവാ. ഓ ഹോളി സ്പിരിറ്റ്, അനാവശ്യമായ ചില ശക്തികൾ നിന്റെ ഉള്ളിൽ വരെ എത്തിയിട്ടുണ്ട്. അതെന്ന് കുടുംബം വിടുകയാണ്, എൻ്റെ ഫാമിലി വിടുകയാണത്. ഉടകബല ശന്തൽക്കമന വൈശസ് പ്രൗഢിബിരി കെട്ടക ഉടകൽക്കമന കെട്ടകസി. നിന്റെ ബിസിനസ്സിൻ്റെ മേഖലകളെ പിടിച്ചു കെട്ടാൻ വെല്ലുവിളിക്കുന്ന ശക്തികൾ യേശുവിൻ നാമത്തിൽ ബ്രേക്ക് ആകുന്നു, ബ്രേക്ക് ആകുന്നു, അത് ബ്രേക്ക് ആകുന്നു. പൗലോസിനെ മാൾട്ടയിൽ പലകെ പിടിച്ച് ചെന്ന് കയറുമ്പോൾ ബൈബിൾ പറയുന്നു അണലി അവനെ കടിച്ചു. ഇന്ത്യക്കകത്ത് ഏറ്റവും വിഷമുള്ള പാമ്പേതാ? അണലി. അതിലും കൂടിയ വിഷയം ഇന്ത്യക്കകത്ത് ഇല്ലെന്നാണ് ഇന്ത്യക്കാർ പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും വിഷമുള്ള ശക്തി അണലി. പൗലോസിനെ കടിച്ചതാരാ? കഴിഞ്ഞ ഫാസ്റ്റിംഗ് പ്രേയറിൽ ഒരു അനുഭവം ഉണ്ടായി. 21 days ഫാസ്റ്റിംഗ് പ്രേയർ തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ആരോ ഒക്കെ 1-2 പേര് വന്നിട്ടുണ്ടോ? നിങ്ങളാരോ വന്നോ? ആരോ 1-2 പേരൊക്കെ ഇവിടെ അറ്റൻഡ് ചെയ്തു. ആമേൻ. കഴിഞ്ഞ 21 days ഫാസ്റ്റിംഗ് പ്രേയർ ഇരുന്നോ? ചേരുണ്ടോ? ഈ 21 days ഫാസ്റ്റിംഗ് പ്രേയർ അറ്റൻഡ് ചെയ്തിട്ട് എൻ്റെ 15-16 ദിവസമായപ്പോൾ നമ്മുടെ ചർച്ചിൽ ഒരു മീറ്റിങ്ങിന് ഒരു ബ്രദർ കടന്നു വന്നിട്ട് തിരിച്ചു പോകുന്ന വഴിയിൽ ഈ മനുഷ്യനെ അണലി അടിച്ചു. കടന്നു വന്നിട്ട് തിരിച്ചു പോകുമ്പോഴാണോ അതോ വന്നപ്പോഴാണോ ഞാനത് ചോദിച്ചില്ല കേട്ടോ. ഒരു അണലി അടിച്ചു. ഈ അണലി കടിച്ചിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം അങ്ങനെ താമസിക്കുന്ന ഒരാളായിരുന്നു, അദ്ദേഹത്തിന് അറിയാം സംഭവം. അത് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചങ്ങ് പോയി. ഹോസ്പിറ്റലിൽ പോയില്ല. ഈ സംഭവം ഞാൻ അറിയുന്നത് ഇപ്പോൾ 3 മാസങ്ങൾക്ക് പിന്നിലാണ്. ഇപ്പോൾ മാർച്ച് മാസമാണ്, ജനുവരി നടന്ന സംഭവം. ജനുവരി, ഫെബ്രുവരി, മാർച്ചായി. കഴിഞ്ഞ ആഴ്ച എന്നോട് പറയുന്നത് അണലി അടിച്ചു. പക്ഷെ ഞാൻ ഫാസ്റ്റിംഗ് പ്രേയറിൽ ഉപവാസ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല. ഞാൻ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. അടുത്ത മീറ്റിങ്ങിനും ഇവിടെ വന്നു. 21 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു. ഞാൻ ചത്തില്ല. ഗ്ലോറി ടു ജീസസ്. മാർച്ച് മാസം കഴിഞ്ഞ് വെള്ളിയാഴ്ച ഞങ്ങളുടെ ആരാധനയ്ക്ക് വന്നിട്ട് പറഞ്ഞു, ചത്തില്ല, ഞാൻ ഇപ്പോഴും ജീവനോടിരിക്കുക. ചിലതിനെ കുടഞ്ഞ് കളയേണ്ട ഒരു ശക്തി ഇന്ന് ചിലതിൻ്റെ മേൽ ദൈവം വെളിപ്പെടുത്താൻ പോവുക. വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകൽക്കാലം ചില സർപ്പശക്തികൾ കീഴടങ്ങാൻ പോവുകയാ. ചിലത് കീഴടങ്ങാൻ പോവുകയാ. അസാധാരണമായ ദൈവ സാന്നിധ്യം ഇന്ന് പകലിൽ ചില കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ. ഓ റിബല ശമന ഘടക ലഗസി യംധന റിബൽ പ്രൗഢി ബിരി ഘടക രക്ഷസ് കമന ഘടക ശന്തൽ കമന ഘടകസി. യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. പ്രൈസ് ഗോഡ്. നമ്മളൊക്കെ വളരെ ഭയക്കുന്നൊരു സാധനമാണ് ഇത്. അദ്ദേഹത്തിൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു കേട്ടോ, തിരുവനന്തപുരത്ത് നടന്ന അനുഭവം. ആമേൻ. ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. പ്രൈസ് ഗോഡ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സാക്ഷ്യം പറയണമെന്ന്. ഞാൻ പറഞ്ഞേ പറ്റൂ. ഇതൊക്കെ പറഞ്ഞില്ലേ പിന്നെ എന്ത് പറയാനായിരിക്കുന്നത്? ഹല്ലേലൂയ. ദൈവം ചെയ്യുന്ന അത്ഭുതം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരവാ. നിങ്ങൾ തലവേദന മാറുന്ന അനുഭവം അല്ല ദൈവം ചെയ്യുന്ന, അതിനേക്കാൾ വലുത്. പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രതീക്ഷിക്കാത്ത ചിലതൊക്കെ ചെയ്യാൻ എൻ്റെ ദൈവം ശക്തനാ. പ്രതീക്ഷിക്കാത്ത ചിലതൊക്കെ ചെയ്യാൻ എൻ്റെ ദൈവം ശക്തൻ. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടെ പറയാം. കപ്പൽ ഉടച്ചു കളഞ്ഞാലും കരയിലെത്തുന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ കരയിലെത്തിയാലും അവൻ നിന്നെ വിടൂല. പേടിയുണ്ടോ നിങ്ങൾക്ക്? ആരും വിടൂല ഇല്ലേ? പാമ്പ് നിന്നെ വിടൂല. ഈ കരയിൽ കയറി വന്നത് ഈ കത്തിച്ചപ്പോ ഇതിന്റെ ഇടയിൽ നിന്ന് പുള്ളി കയറി ഡയറക്റ്റ് ആയിട്ടങ്ങ് കടിച്ചു. പൗലോസിന്റെ കയ്യെ കടിച്ചങ്ങ് തൂങ്ങി. ആ നാട്ടുകാരെ കുറിച്ച് ബൈബിൾ പറയുന്നത് ബർബരന്മാരെന്നാ, അപരിഷ്കൃതരെന്നാ, ബർബരന്മാർ. ഇവരുടനെ പറഞ്ഞ കാര്യം എന്നതാ, ഇത് വെറും പാമ്പല്ല, നീതിദേവി അവനെ പിടിച്ചു. ഹല്ലേലൂയ. എന്നതാ പിടിച്ച്? ഞങ്ങളുടെ നാട്ടിലെ നീതിദേവിയാ
യവനെ ഇപ്പോൾ പിടിച്ചേക്കുന്നത്. 28-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 28 എന്നത് ഒടുവിലത്തെ അധ്യായമാണ്. ഡയറക്റ്റായിട്ട് നിൽക്കുക. പിശാച്, നീ അമരം ഉടച്ചപ്പോൾ എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. 27-ാം അധ്യായത്തിൽ നീ അണിയെ ഉറപ്പിച്ചപ്പോഴും എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. 28-ൽ നേർക്ക് നേർ വരുന്നു. പിടി കിട്ടുന്നുണ്ടോ? കളി ഇവിടെ തീർന്നില്ല. നേർക്ക് നേർ വരും. പക്ഷെ ജയം അവനല്ല, ജയം അഭിഷേകമുള്ളവനാ. ജയം അവനല്ല, ജയം അഭിഷേകമുള്ളവനാ. ഈ സീസണിൽ ആരുടെയൊക്കെ ദൈവാത്മാ പറയുന്നു, നീ തോൽക്കേണ്ടവനല്ല, നീ ജയിക്കേണ്ടവൻ. നീ തോൽക്കേണ്ടവനല്ല, നീ ജയിക്കേണ്ടവൻ. കഴിഞ്ഞ അധ്യായങ്ങളെല്ലാം പരോക്ഷമായിട്ട് കപ്പലെ കാറ്റടിപ്പിച്ചു, കൊടുങ്കാറ്റിളക്കി വിട്ടു, തിര ഇളക്കി വിട്ടു, ഇവിടെ പലതും ചെയ്തു. പക്ഷെ 28-ാം അധ്യായം വന്നപ്പോൾ പുള്ളി ഡയറക്റ്റായിട്ട് പറഞ്ഞു, ഇനി ഞാൻ തന്നെ വരും. പൗലോസ് പറയുക, നീ തന്നെ വരണം, നീ തന്നെ വരണം. കൈക്കങ്ങ് കടിച്ചു, കടിച്ചങ്ങ് തൂങ്ങി. ബർബരന്മാരെല്ലാം പറഞ്ഞു, അടിച്ചൊന്നും കൊല്ലല്ലേ, അത് ഞങ്ങളുടെ നീതി ദേവിയാണ്. പുള്ളി പറഞ്ഞു, അടിച്ചൊന്നും കൊല്ലുന്നില്ല, ഞാൻ കൊടഞ്ഞാൽ മതി, പിന്നെ ഈ സാധനം ഇഴിക്കത്തില്ല. ചിലതിൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകം അങ്ങനാ. നീ കൊടഞ്ഞാൽ ചിലതൊക്കെ അവിടെ വീഴാൻ പോവുക, പിന്നെ അതില്ല അവിടെ. ശക്തിയേറിയ അഭിഷേകം ഇന്ന് പകൽ ചില ശരീരങ്ങളുടെ മേൽ ദൈവം പകരാൻ പോവുക. ഈ പട്ടണത്തിനകത്തും ചിലതിനെ കുടഞ്ഞു കളയുന്ന ഒരു സ്പെഷ്യൽ അനോയിന്റിംഗ് ഇന്ന് പകലിൽ സ്വർഗം നിന്റെ മേൽ നിറയട്ടെ. അസാധാരണമായി ദൈവ സാന്നിധ്യം ഇന്ന് പകൽ നിങ്ങളുടെ മേൽ ദൈവം ഇടുകയാ. വൈഡൽ കമനഘടക ശന്തൽ കമനഘടകസേ അത്യുന രക്ഷസ് കമനഘടകസേ യേശുവിന്റെ നാമത്താൽ ജയമെടുക്കുകയാണ്. ഉടകബല ശന്തൽ കമനഘടകസേ യെസ്, കടിച്ചു തൂങ്ങുന്ന പലതിനെയും കുടഞ്ഞു കളയുന്ന ഒരു സ്പെഷ്യൽ അതോറിറ്റി ഈ ദേശത്തിന്റെ നടുവിൽ സ്വർഗം നിങ്ങളുടെ മേൽ കൈമാറുകയാ. വൈഡം ജനാധരാമനഘടകസേ യേശുവിന്റെ മഹത്വം. Take the fire. ജൂഡാലാബ വൈഡം ശാന ധേരെ ധേരെ റീവക്ഷമനെ അത്യുന ബലബല റീവക്ഷമന ബരന്തൽ കമന ബരബല ബരഗജേ വൈഡക്ഷമനം ജാലം ധേരെ 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 ഓ റീവക്ഷമനം വൈഡ പ്രൗഢ റീവൽ കമന